ഹായ് ഫ്രണ്ട്സ്, ഇത് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ അസോർട്ട് കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 3 ഫാബ്രിക്കിൽ വരുന്ന ഐറ്റംസ് കാണിക്കുന്നുണ്ട്. കോട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രേപ്പ് ജോർജറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെമി ബനാറസി ചുരിദാർ മെറ്റീരിയൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഹൈ എൻക്വയറി ആയിരുന്നു. ചെറിയൊരു ഡിഫറൻസിൽ വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടിവണ്ണയാണ്. ഫസ്റ്റ് കാണിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ചെറിയൊരു മെറൂൺ ടച്ചൊക്കെ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്. അതിലേക്ക് അഞ്ചർക്കിൻ്റെ കുഞ്ഞ് ഡിസൈൻ പാറ്റേൺ വരുന്നുണ്ട്. ഒരു ബ്ലൂവിൻ്റെ കോമ്പിനേഷനാണ് ഇതിലേക്ക് യോക്ക് പോർഷനിൽ പാച്ചായിട്ട് വന്നിരിക്കുന്നത്. അതിൽ ചെറിയ ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത്. ചെറിയ മിറർ വർക്കും അതുപോലെ ബുള്ളി നോട്ട്സ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സെറ്റാണ്. ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്ന കോൺട്രാസ്റ്റ്, ആ ഒരു യോക്ക് പോർഷൻ ബ്ലൂ കളറിൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ദുപ്പട്ടയും ബ്ലൂവിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. കോട്ടൺ ഫാബ്രിക്കാണ് വരുന്നത്. ഒരു ബേസ് ഷെയ്ഡിലേക്ക് കുഞ്ഞ് ഡിസൈൻ പാറ്റേൺ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടവും കോട്ടൺ ഫാബ്രിക്കിൽ ബ്ലൂ ഷെയ്ഡ്, അതിലും ചെറിയ ഡിസൈൻ, അതൊരു ലൈൻ പാറ്റേൺ ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഷ്വൽ വെയർ സെറ്റാണ്. റേറ്റ് വരുന്നത് 999. അടുത്ത ഇതിൻ്റെ റിവേഴ്സ് ഓർഡറിലേക്ക് ആ ബോഡി പോർഷനിലേക്ക് ബ്ലൂ ഷെയ്ഡ് വന്നിട്ട് യോക്ക് പോർഷനിൽ കോൺട്രാസ്റ്റ് കളറിലേക്കാണ് യോക്ക് പോർഷനിൽ പാച്ച് വരുന്നത്. അതിലും ചെറിയ ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട്. ദുപ്പട്ട വന്നിരിക്കുന്നു ഇതുപോലെ നേരത്തെ കാണിച്ച ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. കളറിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ്. അതും ബഡ്ജറ്റ് റേഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. 999 ആണ് റേറ്റ് വരുന്നത്. അടുത്ത ഷെയ്ഡ് ഗ്രീനും മസ്റ്റാർഡോടെ കോമ്പിനേഷനാണ് വരിക. അതിൻ്റെ ആ ഒരു അജക്കിൻ്റെ ചെറിയ ഡിസൈൻ പാറ്റേൺ, അതുപോലെ കോട്ടൺ ഫാബ്രിക് ആയിട്ട് ഓൾ ഓവർ കാന്ത സ്റ്റിച്ചും വരുന്നുണ്ട്. ടോപ്പ് പോർഷനിൽ മസ്റ്റാർഡ് കളർ പാച്ച് വന്നിട്ട് അതിനെ ഹാൻഡ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് പോർഷനിൽ പാച്ച് വർക്കിൻ്റെ ഡിസൈൻ ആ ഒരു കളറിലേക്കാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ടയും ഫുള്ളി ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടവും പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ചെറിയ ലൈൻ പാറ്റേൺ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ലീൻ ലുക്കൊക്കെ കിട്ടുകയും ചെയ്യും. 999 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. അടുത്ത ഇതിൻ്റെ കളർ ചേഞ്ച് മസ്റ്റാർഡും ഗ്രീനും നേരത്തെ കണ്ടതിൻ്റെ റിവേഴ്സ് ഓർഡറിലേക്കാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാനും പറ്റും. ഗ്രീൻ കോമ്പിനേഷനിൽ ഇതുപോലെ ബോട്ടവും ദുപ്പട്ടയും വരും. റേറ്റ് വരുന്നത് 999. അടുത്ത ക്രേപ്പ് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്നതാണ്. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്ന ഒരു റയർ ഷെയ്ഡിലേക്കാണ് കൂടുതലും ഈ ഒരു കളക്ഷൻസ് വന്നിരിക്കുന്നത്. ഒരു നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് ഷെയ്ഡായിട്ടോ വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ്. ക്രേപ്പ് ജോർജറ്റാണ് ഫാബ്രിക് വരുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നല്ല ഷേപ്പിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റ്. ഓൾ ഓവർ ബാത്തിക് പ്രിൻ്റ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ടയിലും ആ ഒരു ക്രേപ്പ് ജോർജറ്റ് ഫാബ്രിക്കിൽ സെയിം കളർ തന്നെയാണ് വരിക. അതിൻ്റെ മിഡിൽ പോർഷനിൽ സ്കാറ്റേഡ് ആയിട്ട് ബാത്തിക് പ്രിന്റ് വരും. ഹാൻഡ് പോർഷൻ വരുമ്പോഴത്തേന് ആ ഒരു ടോപ്പിൽ വന്നിരിക്കുന്ന ബാത്തിക് പ്രിന്റിൻ്റെ ഡിസൈൻ തന്നെയാണ് വരിക. ബോട്ടം സെയിം കളർ, അതിലും ബാത്തിക് പ്രിന്റ് വരുന്നുണ്ട്. ടോപ്പ് ബോട്ടം ദുപ്പട്ട ക്രേപ്പ് ജോർജറ്റ് ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. പ്രൈസ് വരുന്നത് 1695. പ്രശ്നത്തിൽ ഇതിൻ്റെ കളർ ചാർട്ട് ആട്ടോ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. റയർ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സുകളാണ് വന്നിരിക്കുന്നത്. വൈൻ ടോൺ ആണ് നെക്സ്റ്റ് വൺ വരുന്നത്. സെയിം പാറ്റേൺ തന്നെയാട്ടോ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ഷെയ്ഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് വേണമെങ്കിൽ പോലും യൂസ് ചെയ്യാൻ പറ്റും. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ. റേറ്റ് 1695. അടുത്തതും ഒരു ഗ്രീൻ്റെ ഒക്കെ ഷെയ്ഡ്, ശരിക്കും മെഹന്തിയുടെ ഒക്കെ ആ ഒരു കളറായിട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടോ. നമുക്ക് ഇരിക്കുന്ന ക്രേപ്പിലൊന്നും ഒരിക്കലും ഈ ഒരു കളറൊന്നും കിട്ടാറേ ഇല്ല. ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് ആ ഒരു ബാത്തിക് പ്രിന്റ് ഡിസൈൻ ഒക്കെ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ബോട്ടം ദുപ്പട്ട സെയിം കളർ, അതിലും ബാത്തിക് പ്രിന്റ് വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 1695. ഇതിൽ നമുക്ക് ഒരു കളറോടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ബർഗൻഡി ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. മെറൂൺ ഓർഗൻഡി ആ ഒരു ഷെയ്ഡിൻ്റെ കോമ്പിനേഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെയാണ്. റേറ്റ് വരുന്നത് 1695. അടുത്ത വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം 1-2 പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു ഐറ്റാണ്. ഇപ്പോഴത്തെ ഹിറ്റായിട്ടുള്ള സെമി ബനാറസിയിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസ്. ഒരു ഫംഗ്ഷന് പോകാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സാരി വെയർ ചെയ്യുന്ന ആ ഒരു എലഗൻ ലുക്കിൽ നമുക്ക് പോകാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയലാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതിന് ചെറിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ ഇതിൻ്റെ ആ ഒരു ബനാറസി വീവിങ് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഹെം ഏരിയയിലേക്കായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അത് യോക്കിലേക്കായിരുന്നു. അതിന് ആ ഒരു ഡിഫറൻസേ വരുന്നുള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ കളർ ചാർട്ടും വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ബ്ലാക്ക് ആണ്. അതിലേക്ക് ആൻറ്റി കളറിൽ കുഞ്ഞു കുഞ്ഞു ബനാറസി ബുട്ടാസ്. ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ തരത്തിലാണ് ഇതിൻ്റെ ആ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ടയുടെ 4 സൈഡും ആ ഒരു ബനാറസി വീവിങ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മിഡിൽ പോർഷനിൽ കുഞ്ഞു കുഞ്ഞു ബുട്ടാസ് വരിക. എൻ്റെ ഏരിയയൊക്കെ ഇതുപോലെ നല്ല നല്ല രീതിക്ക് തന്നെ ആ ഒരു ബനാറസി
ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ പ്ലെയിൻ ആയിട്ടാണ്. 1980 ആണ് റേറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ് കാണിക്കുന്നത്. ഡാർക്ക് ആയിട്ടുള്ളൊരു മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ബർഗൻഡിയോട് അടുത്ത് നിൽക്കുന്ന ഷെയ്ഡ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ, ഭയങ്കര സോഫ്റ്റ് ആണ്. അതുപോലെ നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് എടുത്തിട്ട് നല്ല ലീൻ ലുക്കിൽ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്. എല്ലാത്തിൻ്റെയും ബോട്ടം പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയിലും ആ ഒരു ബുട്ടാസും ബോർഡേഴ്സിലേക്ക് നല്ല റിച്ച് ആയിട്ട് ബനാറസി വീവിങ് വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 1980. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ്. ഇപ്രാവശ്യം നമുക്കിത് ലിമിറ്റഡ് പീസസ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. വേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു ഐറ്റം നമ്മൾ ഹോൾഡിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല, ലിമിറ്റഡ് പീസസിലേക്ക് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാട്ടോ, സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്താൽ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു പാറ്റേണുള്ളതായിരുന്നു ഞാൻ എടുത്തിരുന്നത്. നിങ്ങളൊരു വീഡിയോയിൽ ഞാൻ ഇട്ട് കണ്ടിട്ടുണ്ടാവും. 1980 റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂ ഒക്കെ കാണാൻ എന്താ ഭംഗി. ആ ഒരു ബ്ലാക്ക് ആൻറ്റി കളറിലേക്ക് ബുട്ടാസും ആ ഒരു വീവിങ് പാറ്റേണും ഒക്കെ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്. 1980 ആണ് റേറ്റ് വരുന്നത്. ഈ ഒരു സെറ്റൊക്കെ നമ്മൾ ഫംഗ്ഷൻ വെയർ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാരി കൊടുക്കുന്ന ആ ഒരു ലുക്ക് തന്നെ നമുക്ക് കിട്ടും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി സാരീസൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി സെയിൽ ചെയ്ത ഒരു ഐറ്റമാണ്. അതിനായിട്ട് ഒപ്പം പിടിക്കാൻ പറ്റുന്ന ഒരു ചുരിദാർ മെറ്റീരിയലാണ്. നല്ല ഭംഗിയുള്ളൊരു ഗ്രേപ്പ് വൈൻ ടോണിലേക്ക് വരുന്നു. 1980 ആണ് റേറ്റ് വരും. എല്ലാത്തിൻ്റെയും ബോട്ടം പ്ലെയിൻ ആയിട്ട് സെയിം കളറിലേക്ക് വരും. ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു പീച്ചിൻ്റെയൊക്കെ ടോണാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. കളർ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് 5-6 ഷെയ്ഡ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളറൊക്കെ സെലക്ട് ചെയ്യുക, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക് യു.